നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. നമുക്കിപ്പം MSK മുഹമ്മദ് ജസീം. MSK അങ്ങനെ IPL സൺറൈസേഴ്സ് വീണ്ടും വിജയവഴിയിലെത്തിയിരിക്കുകയാണ്. KKRന് തുടർച്ചയായ രണ്ടാമത്തെ തോൽവി. എങ്ങനെയാണ് ഈ മാച്ച് അനലൈസ് ചെയ്യുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് 2 റണ്ണൗട്ടുകളാണ് KKRനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത്. ഒന്ന് കാമറൂൺ ഗ്രീൻ്റെ റണ്ണൗട്ട്, അതുപോലെ രഘുവംശിയുടെ റണ്ണൗട്ട്. ഈ 2 റണ്ണൗട്ടിലും വളരെ പ്രധാനമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ബാറ്റ്സ്മാൻമാരുടെയും അല്ലെങ്കിൽ കൺഫ്യൂഷനും എന്തിനാണ് അത്രയും അതായത് ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ഈ റണ്ണിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ അങ്കുരിഷ് രഘുവംശിയുടെ വിക്കറ്റ് ആണെങ്കിൽ അത് അദ്ദേഹം നോൺ സ്ട്രൈക്കറുടെ എൻഡിലാണുള്ളത്. റിങ്കു സിംഗ് കറക്റ്റ് ബാറ്റ്സ്മാൻ ഒരു ഫീൽഡറുടെ കയ്യിൽ തന്നെയാണ് അടിക്കുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു സിംഗിളിൻ്റെ ആവശ്യമില്ല. കാരണം ആ സമയത്ത് പോലും കളി കൊൽക്കത്തയുടെ കയ്യിൽ തന്നെയായിരുന്നു. അദ്ദേഹം കാരണം രഘുവംശി മികച്ച ഫോമിൽ 29 പന്തിൽ 52 റൺസ് എടുത്ത് ഒരു 50 ഒക്കെ നേടി നിൽക്കുകയാണ്. റിങ്കു സിംഗും അപ്പുറം നല്ല രീതിയിൽ രണ്ടാമത്തെ റണ്ണൗട്ടിൽ പിന്നെ ഗ്രീനിലേക്ക് ഞാൻ വരാം. ആ സമയത്ത് റിങ്കു സിംഗും ഈ രഘുവംശി ഉള്ള സമയത്ത് ആ റണ്ണ് അനാവശ്യമായിരുന്നു. ആ സമയത്ത് റിങ്കു സിംഗിന്റെ മുഖത്തും പിന്നെ ആ ഒരു പ്രകടമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഓടിയത് എന്നുള്ള ലൈനിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതിനിപ്പം തന്നെ കാമറൂൺ ഗ്രീൻ്റെ റണ്ണൗട്ട് അതൊരു കൺഫ്യൂഷൻ ഓഫ് എറേഴ്സ്, ഒരു കോമഡി ഓഫ് എറേഴ്സ് എന്നുള്ള രൂപത്തിലാണ് രവിശാസ്ത്രി പോലും ആ സമയത്ത് കമന്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെയും അങ്ങനത്തെ ഒരു ഓട്ടത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പം പിന്നെ ഈ 2 റണ്ണൗട്ടുകൾ, ഈ ഗ്രീൻ്റെ റണ്ണൗട്ട് എന്ന് പറയുമ്പോൾ ഗ്രീനിന് അത്രയും 25 കോടിയൊക്കെ കൊടുത്തിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സമയത്ത് ആ റണ്ണൗട്ടിൻ്റെ സമയത്ത് പിന്നെ അപ്പുറത്തുള്ള രഘുവംശിയാണ് പോകുന്നത്. ഞാൻ ഔട്ടായി എന്നുള്ള ലൈനിൽ ഗ്രീനിനെയൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ഒരുപാട് പിന്നെ അദ്ദേഹത്തിൻ്റെ ദേഷ്യവും മറ്റുമൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം രഘുവംശി പിന്നെ ഔട്ടായി എന്ന് കരുതിയിട്ട് പോകുന്നു. അതിനുശേഷം അമ്പയർ ആ 2 പേരുടെയും പിന്നെ ഈ ദൂരമൊക്കെ കണക്കാക്കി ലാസ്റ്റ് ഗ്രീനാണ് ഔട്ടായതെന്ന് പറഞ്ഞിട്ട് ഗ്രീന് മടങ്ങേണ്ടി വരുന്നു. ഈ 2 റണ്ണൗട്ടുകൾ കൊൽക്കത്തയെ വല്ലാതെ അലട്ടിയ ഒരു മത്സരമായിരുന്നു. 228 റൺസ് എന്ന ഒരു വലിയ സ്കോർ ചേസ് ചെയ്യുന്ന ഒരു സമയത്ത് അവരിതുപോലെ ഇപ്പോൾ എക്സ്പീരിയൻസിൻ്റെ ഒരു കുറവ് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു ബാറ്റർ ആണെങ്കിൽ അങ്ങനെയുള്ള റണ്ണുകൾ ഓടാനുള്ള ശ്രമിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം 228 റൺസ് ചേസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അജിങ്ക്യ രഹാനെ പോലുള്ള ഒരാളല്ല അവരുടെ ഓപ്പണറായിട്ട് ഇറങ്ങേണ്ടിയിരുന്നത്. ഓൾറെഡി സുനിൽ നരേൻ എന്നുള്ള ഒരു താരം അവിടെ ഉണ്ട്. സുനിൽ നാരായൺ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ തുടക്കത്തിലിറങ്ങി ഇന്ന് പോലും ആദ്യത്തെ 2 പന്തുകൾ 6 അടിച്ചാണ് സുനിൽ നാരായൺ തുടങ്ങിയത്. അപ്പം സുനിൽ നാരായണെ പോലെ ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് അജിങ്ക്യ രഹാന ഒന്ന് മാറി നിന്ന് 1 ഡൗൺ പൊസിഷനിലേക്ക് മാറി നിന്നുകൊണ്ട് സുനിൽ നാരായണനെ ഓപ്പണറാക്കി ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒന്നുകൂടി എഡ്ജ് അവർക്ക് കിട്ടുമായിരുന്നു. കാരണം കൊൽക്കത്തക്ക് സ്വപ്ന സമാനമായ ഒരു ഫസ്റ്റ് ഓവറാണ് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓവർ തന്നെ ഫിൻ അലൻ 26 റൺസ് അടിച്ചുകൊണ്ട് 226 ആണെങ്കിലും ഞങ്ങൾ അടിക്കുമെന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു ത്വര അദ്ദേഹം കാണിച്ചു. പക്ഷേ പിന്നീട് അവരുടെ കയ്യിൽ നിന്നും പോകുന്നതാണ് കണ്ടത്. തിരക്ക് എന്ന രൂപത്തിലാണ്. ഫിന്നലിന് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒരു കളി ഡീപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഏത് ഫോർമാറ്റിലാണെങ്കിലും T20 ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും ഏകദിനമാണെങ്കിലും ഏറ്റവും പ്രധാനമാണ്. കളിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ ഡീപ്പിലേക്ക് ഓരോ പന്തിലും ഓരോ ഓവറിലും എത്ര റൺസ് എന്ന ഇക്വേഷൻ ഈ ബാറ്റർമാരുടെ മനസ്സിൽ കൂടി ഓൾറെഡി ഉണ്ടാവണം എന്നുള്ളതാണ്, ഇന്നർ മൈൻഡിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പം വിരാട് കോഹ്ലിയെ നമ്മൾ ചേസ് മാസ്റ്റർ എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരെയൊക്കെ അങ്ങനെ പറയപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം കളിയെ ഡീപ്പിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ബാറ്റർമാരുടെ എക്സ്പീരിയൻസ് കുറവ് കൊൽക്കത്തക്ക് ഈ മത്സരത്തിൽ നന്നായി ബാധിച്ചിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭംഗിയായിട്ട് തന്നെ തിരിച്ചു വന്നു. അവരുടെ ബോളേഴ്സൊന്നും അത്ര പേരുള്ള ബോളേഴ്സില്ല. നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിൽ തന്നെ അവരുടെ ബോളിംഗ് നിരയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അവരുടെ ബോളിംഗ് നിര വളരെ അബദ്ധമാണ്, ഈ IPL ഏറ്റവും മോശം ബോളിംഗ് നിരയിൽ ഒന്നാണ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ ബോളിംഗ് നിരയാണെന്ന് ഈ കൊൽക്കത്തയെ തോൽപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തക്ക് ജയിക്കാവുന്ന ഘട്ടങ്ങൾ അവരുടെ 5 വിക്കറ്റ് പോകുന്ന സമയത്തും 6 വിക്കറ്റ് പോകുന്ന സമയത്തൊക്കെ ഉണ്ട്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് കുറവ് കൃത്യമായിട്ടും അങ്ങനെയുള്ള അപകടകരമായ സിംഗിളുകൾ ഓടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം ബാറ്റ്സ്മാൻമാർ കൂടി മനസ്സിലാക്കേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ അവരത് മനസ്സിലാക്കിയില്ല. ഈ കളി തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി കൊൽക്കത്ത തന്നെയാണ് കളി സൺറൈസേഴ്സ് ഹൈദരാബാദിന് കൊടുത്തിരിക്കുന്നത്. കാരണം 228 റൺസ് എന്ന സ്കോർ ആണെങ്കിലും ഫസ്റ്റ് ഓവർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോലും മനസ്സിൽ വിചാരിച്ചിരുന്നു ഫിൻ അലൻ ഇത് ഫസ്റ്റ് ഓവർ തന്നെ 25 റൺസ് അടിച്ചുകൊണ്ട് അത്രയും രീതിയിലുള്ളൊരു തുടക്കം അവർക്ക് നൽകുന്നു, ഇവർ കളി കൊണ്ടുപോകും എന്ന രീതിയിൽ തന്നെയായിരുന്നു മുന്നേറിയിരുന്നത്. പക്ഷേ അവരുടെ ചില ഡിസിഷനുകൾ, ഇതുപോലുള്ള അനാവശ്യമായ ഓട്ടങ്ങൾ അവരെ പിന്നോട്ടടിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജസീം, അപ്പോൾ ഈ IPL കഴിഞ്ഞ 5 മത്സരങ്ങളിലും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ചേസിംഗ് ടീമായിരുന്നു വിജയിച്ചത്. അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. അത് നേരത്തെ MSK സൂചിപ്പിച്ച പോലെ തന്നെ ഫീൽഡിലെയും ബൗളിങ്ങിലെയും മികച്ച പ്രകടനം തന്നെയായിരുന്നു സൺറൈസേഴ്സിൻ്റെ വിജയത്തിന് ഘടകമായതല്ലേ? ഏതായാലും ഇവരെക്കുറിച്ച് പറയുമ്പോഴേ കഴിഞ്ഞ വർഷം, അതായത് 2025 മെയ് 25-നൊക്കെയാണ് ഇവർ അവസാനമായിട്ട്
ഹൈദരാബാദും അതുപോലെ കൊൽക്കത്തയും ഏറ്റുമുട്ടുന്നത്. അന്ന് സംഭവിച്ചത് 110 റൺസിൻ്റെ തോൽവിയായിരുന്നു അന്ന് കൊൽക്കത്തക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ആഘാതം കുറച്ചു എന്നുള്ളത് ആദ്യം പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും ആ ടീമിന് തിരിച്ചു വരാവുന്ന ഒട്ടേറെ അവസരങ്ങളുണ്ടായിട്ടും അതൊന്നും മുതലാക്കാൻ ഇന്ന് കൊൽക്കത്തക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവരുടെ ഇപ്പോൾ ഇന്ന് ഈ ഹൈദരാബാദിൻ്റെ ബൗളിംഗ് യൂണിറ്റ് ഒന്ന് മെച്ചപ്പെടുമ്പോൾ അവർ ശരിക്ക് ആ ഒരു കഴിഞ്ഞ മത്സരത്തിൽ എന്തൊക്കെയായിരുന്നു അവരുടെ പതർച്ച എന്നുള്ളത് അത് കൃത്യമായിട്ട് അവരൊന്ന് മേക്ക് ഓവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവർ അവസാനം കണ്ട അഭിമുഖീകരിച്ച കളിയിൽ 110 റൺസിൻ്റെ തോൽവി ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് അവരതിൻ്റെ ആഘാതം കുറച്ചെന്ന് മാത്രമേ പറയാൻ ഒക്കെ ഉള്ളൂ. പക്ഷേ അവർ 2 മത്സരം ഈ ഒരു IPL പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് കളിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട, അപ്പോൾ നേരത്തെ MSK മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ അങ്കിത് രഘുവംശിയുടെ അങ്കുരിഷ് രഘുവംശി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 മത്സരത്തിൽ അദ്ദേഹം 50 നേടിയിരിക്കുകയാണ്. 2 മത്സരം ഈ വളരെ കുറഞ്ഞ ബോളിൽ അദ്ദേഹം നേടുന്നതും അതുപോലെ തന്നെ 29 പന്തിലാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 51, ഇന്ന് 52. അത് രണ്ടും 29 പന്തിലാണ് 2 സിക്സും 6 ഫോറൊക്കെ നേടിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു IPL ഉണ്ടാക്കുന്ന ഒരു മുന്നേറ്റം ആ രീതിയിൽ നമ്മൾ ഇന്ന് അത് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യം കൂടി. ഓവർ അഗ്രഷനും അതുപോലെ തന്നെ അനാവശ്യമായ റൺഔട്ട് നോക്കുമ്പോൾ അദ്ദേഹം 15 അടിച്ചു. പക്ഷേ അതിന്റെ മാറ്റ് കുറക്കുന്ന ആ ഒരു റൺഔട്ട് തന്നെയാണ് ഇന്നുണ്ടായത്. അതെ അദ്ദേഹത്തിന്റെ ആ റൺഔട്ട് നമുക്ക് നിരാശ തോന്നിയിട്ടുള്ള റൺഔട്ട് കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തെ പോലുള്ളൊരു താരം ഉയർന്നു വരുന്നു എന്ന് പറയുന്നത് നമ്മൾ കൂടുതലൊന്നും അദ്ദേഹം ലിസ്റ്റ് കളികളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഒരു ഗംഭീര പെർഫോമൻസ് പറയാവുന്ന കളികളൊന്നും അല്ലെങ്കിലും അദ്ദേഹം ഒരു ശരാശരി പെർഫോമൻസ് ഒക്കെ നടത്തുന്നത്. പക്ഷേ IPL വരുമ്പോൾ 2 കളിയിൽ 50 നേടുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റു താരങ്ങളൊക്കെ നിരാശപ്പെടുത്തുമ്പോഴും അദ്ദേഹം ആ ഒരു കളിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു സ്ഥിരത നിലനിർത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. അതുപോലെ ഇന്ന് ഹൈദരാബാദിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്, ആ തുടക്കം ലഭിച്ചത് ഗംഭീരമായിട്ടുള്ള തുടക്കമാണ്. അഭിഷേക് ശർമ്മയും തുടക്കമുള്ള ഹൈദരാബാദിനെ നമുക്ക് അറിയുന്നു. അപ്പോൾ അവരുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗംഭീരമായിട്ടുള്ള തുടക്കം ലഭിക്കുന്നു. അത് തന്നെ അവർക്ക് ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് കൃത്യമായിട്ട് ആ ടീം ഉപയോഗിക്കുന്നുണ്ട് ശരിക്ക് ക്ലാസ്സിലൂടെ പിന്നീട് വരുന്ന ഒരു ഘട്ടത്തിലൂടെയൊക്കെ. കാരണം തുടക്കം നല്ലതാണ്. അതുകൊണ്ട് തന്നെ 81 റൺസ് എങ്ങാണ്ടാണ് അവർ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. അതായത് പവർ പ്ലേയിൽ പിന്നെ 84, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് പവർ പ്ലേയിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് തന്നെയാണ് ക്ലാസ്സിനും പിന്നീട് അത് തുടർന്നു കൊണ്ടുപോയിരിക്കുന്നത്. ഒരു ക്ലാസ് പോരാട്ടം അത് ക്ലാസ് മുന്നോട്ട് വെച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് നേരത്തെ നമ്മൾ പറയുമ്പോൾ അവരുടെ ഒരു ബാറ്റിംഗ് നിര കാണുമ്പോഴും നമുക്കൊരു വലിയ പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും വേണമെങ്കിലും അടിക്കാവുന്ന ഒരുപാട് താരങ്ങളുള്ള ഒരു നിര. ഇപ്പോൾ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും തുടങ്ങി വെക്കുന്നു. പിന്നെ ബാക്കി അങ്ങോട്ട് അടിക്കാൻ പറ്റാവുന്ന ഒട്ടേറെ നിരയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഹൈദരാബാദിന് ഒരു അനുകൂല ഘടകമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഇഷാൻ കിഷനിൽ പറയാൻ തുടങ്ങുന്നു. കാരണം അച്ചടക്കമുള്ള രീതിയിൽ ആ ടീമിന്, അതായത് ഫസ്റ്റ് മത്സരത്തിലെ തോൽവിയെല്ലാം മറന്നുകൊണ്ട്, നമുക്കറിയാം ഉദ്ഘാടന മത്സരത്തിൽ RCBക്കെതിരായിരുന്നു അവരുടെ മത്സരം എന്ന് പറയുന്നത്. രണ്ടും ഒരു ബാറ്റിംഗ് ട്രാക്ക് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ആദ്യ മത്സരത്തിലും ഒരു മോശമായിരുന്നില്ല, 200+ സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ RCB മികച്ച ഫോമിലായിരുന്നു. മാത്രമല്ല അവിടെ ബൗളർമാർക്ക് ചിന്നസ്വാമിയിലാണ്, അവിടെ ബൗളർമാർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. IPL ആദ്യ മത്സരമായിരുന്നു. അങ്ങനെ ഒരുപാട് പതർച്ചകളുണ്ടായിരുന്നു. ഇഷാൻ കിഷനും ഒരു ഫുൾ ടൈം ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് IPL ടീമിനത് ആദ്യമായിട്ടുമാണ് ലീഡ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇഷാൻ കിഷനും കുറേ ആശങ്കകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം പാഠം പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇഡൻ ഗാർഡൻസിലേക്ക് ഒരു ഫ്ലാറ്റ് വിക്കറ്റാണ്, ബാറ്റിംഗ് ട്രാക്കാണ് ഇപ്പോൾ. പക്ഷേ അവർ മികച്ച ഈ IPL ഏറ്റവും ഉയർന്ന സ്കോർ 226 റൺസ് അവരടിച്ചെടുക്കുകയുണ്ടായി. അതിൽ തന്നെ നേരത്തെ ജസീമും സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു പവർ പ്ലേയിൽ കിട്ടിയ മുതൽ, അപ്പോൾ നമ്മൾ ട്രാവിഷേഖ് എന്നാണ് ട്രാവിസ് ഹെഡ് കൂട്ടുകെട്ടിനെ പറയുന്നത്, അവരൊരു ഗംഭീര കൂട്ടുകെട്ട് നടത്തി. തുടക്കത്തിൽ ഇച്ചിരി സ്ലോ ആയിരുന്നെങ്കിൽ പോലും ക്ലാസൻ പിന്നീട് നന്നായിട്ട് കത്തിക്കയറി ഒരു സാധനം നല്ല ഫിനിഷ് കൊടുത്തു. ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പെർഫോമൻസ് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം 30+ സ്കോർ ചെയ്യുന്ന ബാറ്റ് കൊണ്ട് ഫീൽഡിലേക്ക് വരുമ്പോൾ അദ്ദേഹം 2 നിർണായക വിക്കറ്റുകൾ എടുക്കുന്നു. അത്തരത്തിൽ ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ടർ എന്നുള്ള നിലയ്ക്ക് നിതീഷ് കുമാർ റെഡ്ഡി ഒരു ഇത് വരുന്നത് തീർച്ചയായിട്ടും SRHനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ലത് തന്നെയാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു ഫോം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു ജേണലിൽ കളിക്കുന്ന 2 പ്ലേയേഴ്സേ ഉള്ളൂ, ഹാർദിക് പാണ്ഡ്യയും നിതീഷ് കുമാർ റെഡ്ഡിയും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പം തന്നെ ഈ ബൗളർമാരിലേക്ക് വരുമ്പോൾ, അപ്പോൾ കൊൽക്കത്തയിൽ സുനിൽ നരൈൻ ഒഴിച്ച് ബാക്കി എല്ലാ താരങ്ങളുടെയും ഇക്കോണമി 10 മേലെയാണ്. അതിൽ തന്നെ വരുൺ ചക്രവർത്തിയുടെ എന്ന് പറയുന്നത് 15+ ആണ്.
2 ഓവർ അദ്ദേഹം എറിഞ്ഞത് 31 റൺസ്. നമ്മൾ ഒരുപാട് നാളായിട്ട് 2 ഓവർ കൊടുത്തിട്ടുള്ളൂ. അതെ, ഒരുപാട് നാളായിട്ട് നമ്മൾ വരുൺ ചക്രവർത്തിയുടെ സ്പിന്നറാന്ന് ഓർക്കണം. വരുൺ ചക്രവർത്തിയുടെ കാര്യം നമ്മൾ ഒരുപാട് നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്ററി സാധനമൊക്കെ പോയി ഒരു നോർമൽ ബൗളറായി മാറി നിരന്തരം അടി കിട്ടുമെന്നുള്ളത്. കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ലൂപ്പ് ഹോൾ എല്ലാവരും മനസ്സിലാക്കി കടന്നാക്രമിക്കാൻ തുടങ്ങിയത്. അത് നേരെ IPL വരുമ്പോൾ മാറ്റമൊന്നുമില്ല. ആദ്യത്തെ മത്സരത്തിലായിക്കോട്ടെ, ഇപ്പോൾ 2ാമത്തെ മത്സരത്തിലായാലും വരുൺ ചക്രവർത്തിക്ക് വലിയ രീതിയിൽ അടി കിട്ടുന്നുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതാക്കാൻ കഴിയില്ല. നമ്മുടെ നമ്പർ 1 T20 ബോളറാണ് നമ്മുടെ. അത് വലിയ രീതിയിൽ ഇന്ത്യക്ക് ദോഷം ചെയ്യുന്നൊരു ഘടകം തന്നെയാണ്, പ്രത്യേകിച്ച് കൊൽക്കത്തയ്ക്കും ഈ സീസണിലേക്ക് വരുമ്പോൾ. മാത്രമല്ല അതിലിപ്പോൾ സുനിൽ നരേൻ തന്നെ 9.75 ആണ് അദ്ദേഹത്തിന് ഇക്കോണമി തോന്നുന്നത്. ബാക്കി എല്ലാവരും 15, 12 ഇക്കോണമിയിലാണ് കിടക്കുന്നത്. മറുവശത്തേക്ക് സൺറൈസേഴ്സിൻ്റെ ബോളിംഗ് നിര എടുത്ത് നോക്കുമ്പോൾ 7 താരങ്ങൾക്കാണ് ഇഷാൻ എന്ന് പന്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ 4 താരങ്ങൾ 10-ൽ താഴെ ഇക്കോണമിയിലാണ് പന്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൽ തന്നെ ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ജയദേവ് ഉനദ്ഘട്ട്, നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ഉനദ്ഘട്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. MSK വലിയ കാര്യത്തില്ല. അപ്പോൾ ഉനദ്ഘട്ടിൽ നിന്ന് 3 ഓവറിൽ 21 റൺസ് വിട്ടുകൊടുത്തിട്ടുള്ളൂ. അദ്ദേഹം 3 വിക്കറ്റുകൾ നേടി. മാത്രമല്ല ഒന്ന് ഇഷാൻ്റെ ബൗളിംഗ് ചേഞ്ചുകളെല്ലാം മികച്ച തന്നെയായിരുന്നു. ഫീൽഡിൽ അവർ കാണിച്ചൊരു ഇൻറ്റൻസ് ഉണ്ട്, അത് ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് അവർ 2 പ്രധാന കൂട്ടുകെട്ടുകൾ പൊളിക്കുന്നു. ഒന്ന് തുടക്കത്തിൽ തന്നെ ആംഗ്രി ശുഭവംശം ഒന്ന് കത്തിക്കയറിപ്പോയായിരുന്നു. തുടക്കത്തിൽ അവരുടെ ഒരു ഫസ്റ്റ് ഓവറിലൊരു അലൻ്റെ ഒരു വെടിക്കെട്ട് പ്രകടനത്തിന് ശേഷം പിന്നീട് അജിങ്ക്യ രഹാനെ പോകുന്നു. പിന്നീട് രഘുവംശിയാണ് ആങ്കർ റോൾ ഏറ്റെടുക്കുന്നത്. തുടർച്ചയായി 2ാമത്തെ മത്സരത്തിൽ അദ്ദേഹം 50 നേടുന്നു, ഓറഞ്ച് ക്യാപ്പ് കയ്യിൽ വെക്കുന്നു. അങ്ങനെ മികച്ച രീതിയിൽ പോകുമ്പോഴാണ് ആ 2 റണ്ണൗട്ടുകൾ തുടരെ വരുന്നത്, ഗ്രീൻ്റെയും രഘുവംശിയുടെയും. അത് തന്നെയാണ് കളി പറ്റിയത്. അപ്പം മൊത്തത്തിൽ ഫീൽഡിൽ ഗംഭീരമായ രീതിയിൽ തന്നെയായിരുന്നു. അതിൽ തീർച്ചയായിട്ടും SRH താങ്ക്സ് പറയേണ്ട അവരുടെ ക്യാപ്റ്റൻ ഇഷാനോട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് പ്ലേസ്മെൻ്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ചേഞ്ച് ആയിക്കോട്ടെ ഗംഭീരമായിരുന്നു. ഇഷാൻ തീർച്ചയായിട്ടും ഒരു കമ്മിൻസിന് പരിക്കേൽക്കുമ്പോൾ ആവേണ്ടതല്ല, ഇഷാൻ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ് ഡൊമസ്റ്റിക്കിൽ സയ്യിദ് മുഷ്താഖ് അലിയിലൊക്കെ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ തിരിച്ചുവരവ് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഭാവിയിലേക്ക് നമുക്ക് വലിയ പ്രതീക്ഷയോടെ വെക്കാവുന്നൊരു ക്യാപ്റ്റൻ മെറ്റീരിയലായിട്ട് തന്നെ ഇഷാൻ കിഷൻ മാറുകയാണ്. തീർച്ചയായിട്ടും ഇഷാൻ്റെ ബോളിംഗ് ചേഞ്ചുകൾ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും നിർണായകമായ കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ ഉനദ്ഘട്ടായിരുന്നു ഓപ്പണിംഗ് എറിഞ്ഞത്. ഇന്ന് ഉനദ്ഘട്ടിന് അദ്ദേഹം 4ാമനായിട്ടാണ് പന്തറിയാണ് ഏൽപ്പിക്കുന്നത്. ഇടയ്ക്ക് പവർ പ്ലേയിൽ തന്നെ അഭിഷേക് ശർമ്മയ്ക്കും ഒരു ഓവർ കൊടുക്കുന്നു. ഉനദ്ഘട്ട് കഴിഞ്ഞ മത്സരത്തിൽ ഈ മത്സരം ആദ്യ ഓവർ തന്നെ അദ്ദേഹം വിക്കറ്റ് നേടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആദ്യം, പക്ഷേ ഇന്ന് 4ാമത്തെ ഫസ്റ്റ് പവർ പ്ലേയിലല്ല, അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഓവറുകൾ വരുന്നത്. അഭിഷേക് ശർമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു ഓവർ കൊടുത്തു പവർ പ്ലേയിൽ. കാരണം അങ്ങനെ പരീക്ഷണങ്ങൾ നടത്താനും ഈ 2ാമത്തെ മത്സരത്തിൽ തന്നെ ഇഷാൻ കിഷൻ ധൈര്യം കാട്ടി എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഉനദ്ഘട്ടിനെ ഗംഭീരമായി ഉപയോഗിച്ചു. കഴിഞ്ഞ മത്സരത്തിനേക്കാൾ ഉനദ്ഘട്ടിനെ ഈ അവസാന ഓവറുകളിൽ അല്ലെങ്കിൽ വാലറ്റക്കാർക്കെതിരെ പന്തെറിയുന്നതിലും അദ്ദേഹത്തിൻ്റെ സ്ലോ വേരിയേഷൻസ് അവിടെ നിർണായകമാകും എന്ന രീതിയിൽ ഇഷാൻ കിഷൻ അത് സെറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അത് ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. മറുവശത്ത് അജിങ്ക്യ രഹാനെ എന്നുള്ള ക്യാപ്റ്റൻ കൃത്യമായും എക്സ്പോസ്ഡ് ചെയ്യപ്പെട്ട ഒരു സമയമാണ്. കാരണം അജിങ്ക്യ രഹാനെ ഈ ഒരു സമയത്ത് ഈ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ സായാഹ്ന ഘട്ടമാണ്. മറ്റ് ടീമുകളൊക്കെയും IPL യങ്സ്റ്റേഴ്സൊക്കെ, അതായത് ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവരുടെയൊക്കെ ക്യാപ്റ്റന്മാർ. അജിങ്ക്യ രഹാനെ എന്നുള്ളത് ഒരു പഴയ ഓൾഡ് ഫാഷൻഡ് ക്യാപ്റ്റനായിട്ടാണ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്. കാരണം ഇതുപോലൊരു മത്സരത്തിൽ അജിങ്ക്യ രഹാനെ ഈ ടീമിൽ പോലും അദ്ദേഹം ഓപ്പണറായി ഇറങ്ങുന്നു എന്നുള്ളത് ആ ടീമിൻ്റെ വിജയത്തെ ഒരുപാട് വേറൊന്നുണ്ട്. ഇപ്പോൾ രഹാനെ സാധാരണ പവർ പ്ലേയുടെ ഗ്യാപ്പ് ഇതൊക്കെ മുതലാക്കി കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ അത് പവർ പ്ലേ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആരിസോ അല്ലെങ്കിൽ ജയേഷോ ചോദിച്ചിരുന്നു. പവർ പ്ലേയിൽ ശേഷം അദ്ദേഹത്തിൻ്റെ റൺസ് എടുക്കുന്നത് അദ്ദേഹം റണ്ണേ ബോൾ എന്ന സിറ്റുവേഷനാണ്. തുടക്കത്തിലുള്ള അടിക്ക് ശേഷം വൺ ഡൗണിലേക്ക് നിൽക്കാതെ ഓപ്പണിംഗ് തന്നെ ഇറങ്ങിയത്. തുടക്കത്തിൽ മാക്സിമം റൺസ് അടിക്കുക. അങ്ങനെ ഒരു കളിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. ഓപ്പണിംഗിൽ 6 ഓവർ കളിക്കാൻ വേണ്ടി വേറെ പ്ലെയർ അല്ലല്ലോ. ഞാൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എനിക്ക് 6 ഓവർ പവർ പ്ലേയിൽ ഞാൻ അടിച്ച് കളിച്ചോളും. അങ്ങനെ ഒരു ക്യാപ്റ്റൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം ഈ ടീമിന്റെ സാധ്യതകൾ പിന്നോട്ട് വലിക്കുന്ന രീതിയാണ് രഹാനയുടെ ഈ ഒരു ക്യാപ്റ്റൻസി എന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ മത്സരത്തിൽ നമുക്കറിയാം സുനിൽ നാരായൺ എന്ന താരം ക്യാപ്റ്റനായി ഓപ്പണറായി ഇറങ്ങാൻ തുടങ്ങിയത് ഗൗതം ഗംഭീർ എന്ന ക്യാപ്റ്റൻ ഉള്ളപ്പോഴാണ്. സുനിൽ നാരായൺ അതിനു മുമ്പ് ആരും അങ്ങനെ ഓപ്പണറായിട്ട് അതേ സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ് നടന്ന ബിഗ് ബാഷ് സീസണിൽ അദ്ദേഹം ഓപ്പണറായി ഇറങ്ങി എന്നുള്ള കാര്യം 2 മത്സരങ്ങൾ കളിച്ചിരുന്നു. ഇത് ഗൗതം ഗംഭീറിന്റെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണ് അദ്ദേഹം ശരിക്കും കൃത്യമായിട്ട് ഗൗതം ഗംഭീറിനെ ഓപ്പണിങ്ങിലേക്ക് ഇറക്കുന്നത്.
അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു. സുനിൽ നാരായൺ 2-3 സീസണുകളിൽ ഡാഷിംഗ് ഓപ്പണർ എന്ന രീതിയിൽ മറ്റു ഓപ്പണേഴ്സിനേക്കാൾ വെടിക്കെട്ട് നടത്തിക്കൊണ്ട് അങ്ങനെ മുന്നേറിയ ഒരു സമയമുണ്ടായിരുന്നു. 228 റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഈ 6 ഓവർ മാത്രം ബാറ്റ് ചെയ്തുകൊണ്ട് പവർ പ്ലേ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം, പിന്നെ അതിനുശേഷം എൻ്റെ ഷോട്ടുകൾ ബൗണ്ടറി ലൈൻ കടക്കാൻ സാധ്യതയില്ല എന്ന രീതിയിൽ നിൽക്കുന്ന അജിങ്ക്യ രഹാനെ എന്ന ക്യാപ്റ്റൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ടും സുനിൽ നാരായൺ ഇന്ന് ഓപ്പണറായിട്ട് തന്നെ ഇറക്കേണ്ടതായിരുന്നു. കാരണം സുനിൽ നാരായൺ അദ്ദേഹം നേരിട്ട് ആദ്യ 2 പന്തുകളും സിക്സർ അടിച്ചുകൊണ്ട്, പിന്നെ മാത്രമല്ല അദ്ദേഹം വളരെ പോസിറ്റീവായിരുന്നു. സുനിൽ നാരായണനെ ഇഷാൻ മലിംഗ എന്ന ആളുടെ പന്തിലാണ് അദ്ദേഹം ഔട്ടാകുന്നത്. അതുപോലും ഒരു ഇഷാൻ കൃത്യമായിട്ടും കുടുക്കിയതുപോലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അന്ന് മലിംഗ അദ്ദേഹം സുനിൽ നാരായൺ ബാറ്റ് ചെയ്യുന്ന സമയത്ത് വൈഡുകൾ കൊണ്ടൊരു ചാകരയാണ്. അതെ, ബാക്ക് ടു ബാക്ക് 6 അടിച്ച് നിൽക്കുന്ന ഒരു കളിക്കാരനെതിരെ 3 വൈഡുകൾ, അതിലൊരു വൈഡ്, അതിൽ 2 വൈഡ് അമ്പയർ കൊടുത്തിരുന്നില്ല, ഒരു വൈഡ് അദ്ദേഹം ചലഞ്ച് ചെയ്തുകൊണ്ട് നരേൻ നേടിയെടുക്കുകയുണ്ടായി. പിന്നത്തതും വൈഡ് തന്നെയായിരുന്നു, പക്ഷെ അദ്ദേഹം ചലഞ്ച് ചെയ്തിട്ട് വെറുതെ സമയം പോകണ്ട എന്നതിൻ്റെ അദ്ദേഹം ചലഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ വൈഡ് ആംഗിളിൽ എറിയുന്നു. പിന്നെ ഒന്ന് സ്ലോ ബോൾ, ഒരു 111.4 കിലോമീറ്റർ വേഗതയിലുള്ള ഒരു പന്തെറിയുന്നു. അത് അദ്ദേഹം അടിക്കുകയാണ്. അത് ലോങ് ഓണിൽ ബൗണ്ടറിക്ക് അരികിൽ നിന്ന് ക്യാച്ച് ആയിട്ട് പുറത്താവുകയാണ്. അപ്പം സുനിൽ നാരായണനെ പോലൊരു താരം ഉള്ളപ്പോൾ ഇതുപോലുള്ള റൺസ് ചേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് ഇതിനപ്പുറം ആന്ധ്ര റസലൊന്നും ഇപ്പോൾ അവരുടെ ടീമിലില്ല. അതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ ഇന്ന് അജിങ്ക്യ രഹാനെ എടുക്കേണ്ടതായിരുന്നു. പിന്നെയുള്ളത് വരുൺ ചക്രവർത്തി എന്നുള്ള താരം. അദ്ദേഹം ഇന്ന് വീണ്ടും എക്സ്പോസ്ഡ് ആയി. ഇപ്പം എക്സ്പോസ്ഡ് എന്നുള്ള വാക്ക് കൃത്യമായിട്ടും അദ്ദേഹത്തിന് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം സൂപ്പർ 8 മത്സരങ്ങളിൽ ലോകകപ്പിൽ അദ്ദേഹം പതറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ മറ്റു ബോളർമാർക്ക് ഒരു ക്ലബ്ബ് നിലവാരമില്ലാത്ത ബോളർ എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ മത്സരങ്ങളിലും, സൂപ്പർ 8-ലെ മത്സരങ്ങളിലും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈൻ ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ മിസ്സറി എന്ന് പറയുമ്പോൾ ഒരു 6 അദ്ദേഹത്തിന് കിട്ടുമ്പോൾ അദ്ദേഹം വേഗത കൂട്ടി എറിയുകയാണ്. ആ ലൈനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരിയേഷൻ നടത്തുകയോ ഒന്നും ചെയ്യില്ല. അതെ, വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു ഷോട്ട്, ഒരു ബാറ്റ്സ്മാൻ അദ്ദേഹത്തിനെതിരെ ഒരു 6 നേടുമ്പോൾ അദ്ദേഹം പേസ് കൂട്ടി എറിയുന്നു. ബാറ്റ്സ്മാൻ കുറച്ചുകൂടി എന്താ പറയുക 6 അടിക്കാനുള്ള അല്ലെങ്കിൽ അടിച്ച് കളിക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ തെളിയുകയാണ്. അപ്പം വരുൺ ചക്രവർത്തിയുടെ ഫോം ഏറ്റവും നിർണായകമാണ്. പിന്നെ ഉള്ളത് കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീം സെറ്റിൽഡ് ആയിട്ട് ടീമാണ്, നല്ല ടീമാണ്. കാരണം 8-ാമനായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ പോലും സുനിൽ നാരായൺ ഇന്ന് 7-ാമനായിട്ടോ 8-ാമനായിട്ടാണ് ഇറങ്ങിയത്. അതുവരെയുള്ള താരങ്ങളൊക്കെയും ബിഗ് ഹിറ്റിന് കെൽപ്പുള്ള ആൾക്കാരാണ്. ചെന്നൈക്കൊന്നും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കൃത്യമായിട്ടും കൊൽക്കത്തയ്ക്കുണ്ട്. അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ബോളേഴ്സും നല്ല ബോളേഴ്സാണ്. സുനിൽ നാരായണനും വൈഭവ് വാറോറൊക്കെ നന്നായിട്ട് പന്തെറിയുന്നു. പക്ഷെ നല്ല ടീമാണ് അത്, കൊൽക്കത്ത നല്ല ടീമാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ടൂർണമെന്റിൽ ഇനിയും തിരിച്ചു വരാവുന്നതാണ്. പക്ഷേ വിഷയമാണ്. അതെ, മുസർബാനി 4 വിക്കറ്റ് എടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ്. അഭിഷേകിനെ ഉൾപ്പെടെയുള്ളവരുടെ മുൻനിര തന്നെ തകർത്ത് കൊണ്ടുവരുന്നത്. അന്ന് ലോകകപ്പിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നിർണായകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ അന്നൊക്കെ ചർച്ച ചെയ്തത് കൂടിയാണ് മുസർബാനിയുടെ. അപ്പോൾ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ MSK പറഞ്ഞ പ്രകാരം ആ ഒരു അവരുടെ ഒരു ഇതുണ്ടല്ലോ, കൃത്യമായിട്ട് അവർ ഉപയോഗിച്ച് അവർക്ക് അവസാനം വാലറ്റം വരെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിനെ അവർ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് കൊൽക്കത്തയിലെ ട്രാക്കിൽ 220 അത്ര വലിയ സ്കോർ ആയിട്ടൊന്നും പിടിക്കുന്നില്ല. പക്ഷേ 65 റൺസാണ് അവർ പരാജയപ്പെടുന്നത്. ആ ഒരു സമയത്ത് വിക്കറ്റ് എന്തിനും 16 ഓവർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും 4 ഓവർ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർ കൃത്യമായിട്ടും ആ ബാറ്റ് ചെയ്തു. പക്ഷേ മധ്യനിരയിലെ എക്സ്പീരിയൻസ് കുറവ്, ഈ 2 റണ്ണൗട്ടുകൾ, അതൊക്കെ അവർക്ക് നിർണായകമായി. നിതീഷ് കുമാർ റെഡ്ഡിയും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് അല്ല ബോളിംഗ് എടുത്തു പറയേണ്ട ഒരു സിറ്റുവേഷനാണ്. റിങ്കു സിംഗിൻ്റെ വിക്കറ്റൊക്കെ എടുത്ത് ആ 2 ഓവർ അദ്ദേഹം ആ സമയത്ത് പോലും ഓൾഡ് ബോളിലും അദ്ദേഹത്തിന് സ്വിങ് കിട്ടുന്നുണ്ടായിരുന്നു. ആ പന്ത്, അങ്ങനെ ഒരു പന്തിലാണ് അദ്ദേഹം ഔട്ടായത്, റിങ്കു സിംഗ് ഔട്ടായത്. അപ്പം നിതീഷ് കുമാർ റെഡ്ഡി, കാമറൂൺ ഗ്രീനിൻ്റെ ഒരു പുറത്താകലെ അവർ പ്രതീക്ഷിച്ച് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ റണ്ണൗട്ട് ആവുന്നുള്ളത്. കാരണം അംഗ്രീഷ് രഘുവംശി പുറത്താവുന്നു, അതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം അങ്ങനെ പുറത്താകുന്നുള്ള കൊൽക്കത്ത അവരുടെ ഈ IPL ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക മുടക്കിയിരിക്കുന്നത് 25 കോടി രൂപ മുടക്കിയിട്ട് വാങ്ങിയൊരു മനുഷ്യനാണ് കാമറൂൺ ഗ്രീൻ. അദ്ദേഹം കഴിഞ്ഞ ആഷസിൽ പരാജയമായിരുന്നു, അതിനുശേഷമുള്ള T20 ലോകകപ്പിൽ പരാജയമായിരുന്നു. ഈ IPL-ലേക്ക് വരുമ്പോൾ അവിടെയും പരാജയമായിട്ട് നിൽക്കുകയാണ്. അതിനൊപ്പം തന്നെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അദ്ദേഹത്തിന് IPL-ൽ പന്തെറിയരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിബന്ധന കൂടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തില് പോസ്റ്റ് മാച്ചില് രഹാനെ പറയുന്നുണ്ട് ഗ്രീൻ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയോട് പോയി ചോദിക്കുന്ന അറിയുന്നത്. പന്തെറിയുന്നില്ലെങ്കിൽ ഈ പച്ച മനുഷ്യനെ കൊണ്ട് എന്താണ് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്നത് നാളെ നടക്കുന്ന മത്സരത്തിലാണ്, പഞ്ചാബ് വേഴ്സസ് CSK. അതിൽ CSK സംബന്ധിച്ചോളം, സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം CSKയുടെ ചെപ്പോക്കിലായത്ത മത്സരമാണ്. സഞ്ജുവിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ ചെപ്പോക്കിലായത്ത മത്സരമാണ്. ഒരുപാട്
വൈകാരികതകളുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ RRനെതിരെ സ്വന്തം മുൻ ടീമിനെതിരെ സഞ്ജുവിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ലോകകപ്പിലെ സഞ്ജുവിൻ്റെ പ്രകടനമൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും ട്രോളുകളും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ, ഒറ്റ മത്സരം പരാജയപ്പെട്ടപ്പോൾ തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് നാളെ പിറക്കേണ്ടതുണ്ട് ചെപ്പോക്കിൽ. മാത്രമല്ല തീർച്ചയായിട്ടും ഒരു ചെപ്പോക്കിലൊരു ആവേശം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ചിന്നസ്വാമിയിൽ പറയുന്ന പോലെ തന്നെ ചെപ്പോക്കിലെ കാണികൾ എന്ന് പറയുന്നത് അത്ര കണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാണിക്കൂട്ടമാണ് വരാനുള്ളത്. അവർ തന്നെ അവരുടെ ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ കാണുന്ന താരം കൂടിയാണ് സഞ്ജു. അപ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദമില്ലാതെ കളിച്ചു. സമ്മർദ്ദം എന്നുള്ള വാക്കിന് ഇപ്പോൾ സഞ്ജുവിനൊന്നും ഉണ്ടാവില്ല. ലോകകപ്പിൽ അത്രയും ഗംഭീര നോക്ക് നടത്തിയാക്കുന്ന സമ്മർദ്ദം സഞ്ജു വളരെ കൂളായിട്ട് വന്ന് ഒരു ഗംഭീരമായ സമ്മർദ്ദം എന്നുള്ള വാക്ക് ലോകകപ്പിൽ സഞ്ജുവിന് സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആ ടീം തന്നെ ഒരു ബാലൻസ്ഡ് ടീമാണ്. സഞ്ജുവിന് ഓപ്പണറായിട്ട് ഇറങ്ങുമ്പോൾ പോലും സഞ്ജുവിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് പേർ ആ ടീമിലുണ്ട്. ഈവൻ ശിവൻ ദൂബെ വരെയുള്ള താരങ്ങൾ, ഹർദിക് പാണ്ഡ്യ വരെയുള്ള താരങ്ങൾ, സൂര്യകുമാർ യാദവ്, അതുപോലെ ഈ ഇന്ത്യയുടെ ഇഷാൻ കിഷൻ, ആ ബാറ്റ്സ്മാർമാരൊക്കെ സെറ്റായിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമാണ്. ലോകകപ്പിൽ സഞ്ജുവിന് സമ്മർദ്ദം ഉണ്ടാവില്ല. പക്ഷേ ചെന്നൈക്ക് വേണ്ടി കളിക്കുമ്പോൾ സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് പ്ലാറ്റ്ഫോമാണ് ലോകകപ്പിലെ. അത് സഞ്ജു കളിക്കുന്നതെല്ലാം അല്ല, ലോകകപ്പിൽ നോക്കൌട്ട് മത്സരങ്ങളാണ് ആയിക്കോട്ടെ. പക്ഷേ ലോകകപ്പിൽ സഞ്ജുവിന് വിശ്വസിക്കാൻ കഴിയുന്ന മുമ്പിൽ ചോദിച്ചിട്ടും കരിയറാണ്. ഈ IPL ഒരു 5 മത്സരത്തിൽ 0 പുറത്തായാലും സഞ്ജു വീണ്ടും കളിക്കും. പക്ഷെ അതുപോലെയല്ലേ ലോകകപ്പിലെ സാഹചര്യം. ലോകകപ്പിൽ ഒരു മത്സരം പരാജയപ്പെട്ടിരുന്നെങ്കിൽ സഞ്ജുവിന്റെ കരിയർ അവിടെ തീർന്നേനെ. അല്ല, സഞ്ജുവിന്റെ കരിയർ അതൊക്കെ നമുക്ക് അവിടെ നിർത്താം. പക്ഷേ ഈ രണ്ട് ടീമായിട്ട് നോക്കുമ്പോൾ ഈ ലോകകപ്പ് ടീം എന്നുള്ളത്, ഇന്ത്യൻ ടീം എന്നുള്ളത് പ്രതിഭകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. ഇന്ത്യക്ക് ബോളേഴ്സ് ഉണ്ട്. ബുംറ പോലുള്ളൊരു ബോളർ അവിടെ ഉണ്ട്. പക്ഷേ CSKക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് കഴിഞ്ഞ മത്സരം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്, ഈ ടീം എന്നുള്ളത്, CSK എന്ന ടീം എന്നുള്ളത് അതീവ ദുർബലമായൊരു ടീമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സഞ്ജു ഔട്ടാകുകയാണെങ്കിൽ സഞ്ജുവിന് തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സഞ്ജു കണ്ടിരിക്കുന്നു കഴിഞ്ഞ ടീമിന്റെ തകർച്ച. നമുക്ക് ആദ്യമാണെങ്കിൽ ധോണി ഉണ്ടായിരുന്നെങ്കിൽ ധോണിയെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. സഞ്ജു ഔട്ടായതിനു ശേഷം ആരൊക്കെയാണുള്ളത്? പിന്നെ ഉള്ളത് സർഫറാസ് ഖാൻ വരുന്നു. പിന്നെ മാറ്റ് ഷോട്ടിന് ഓസ്ട്രേലിയ പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തൊരു ഷോട്ട് എന്നുള്ള വിദേശ താരം വരുന്നു. പിന്നെയുള്ള താരങ്ങളൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ അവരൊക്കെ വിക്കറ്റ് വലിച്ചെറിഞ്ഞതും വിക്കറ്റ് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിൽ ഞാൻ മാത്രമാണ് എന്നിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ആ ടീമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ ആ ഒരു സഞ്ജു ഇതിലേക്ക് വരുന്ന സമയത്ത് സഞ്ജുവിന്റെ ഒരുപാട് റീലുകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. ഇനി മുതൽ വിസിൽ റീലാണോ? അല്ല, ഞാൻ പറയട്ടെ ഒരു മാച്ചല്ലേ കഴിഞ്ഞുള്ളൂ. അല്ല, ഞാൻ പറയട്ടല്ലോ, കഴിഞ്ഞ മാച്ച് കണ്ടതിന്റെ ഒരു അനുഭവത്തിൽ പറയാണ്. കാരണം സഞ്ജു മാത്രമാണ് അവിടുത്തെ, സഞ്ജു ഋതുരാജും കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻമാർ എന്ന നിലയിൽ മറ്റ് താരങ്ങളൊക്കെയും അനുഭവ സമ്പത്ത് കുറഞ്ഞ കളിക്കാരാണ്. അവർക്കൊന്നും IPL വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല. അത് മാത്രമല്ല IPL റെക്കോർഡ്സ് ഒന്നുമില്ലാത്ത ഒരുപാട് ബാറ്റ്സ്മാൻമാരാണ്. കഴിഞ്ഞ ദിവസം തന്നെ അനൂപ് ഷൺമുഖം പറഞ്ഞു, നമ്മുടെ ടാക്ടിക്സിൽ പറഞ്ഞു, ഒരു പുതിയ ടീമിനെ ബിൽഡ് ചെയ്യുകയാണ് ലോങ് ടേം. പക്ഷേ ആരും അങ്ങനെ ഒരു സംഭവം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോങ് ടേം ഈ കപ്പടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാ ടീമും കളിക്കുന്നത്. അപ്പം സഞ്ജുവിന് തൻ്റെ ടീമിൻ്റെ ഈ ഒരു അവസ്ഥ, ബാറ്റ്സ്മാൻമാരുടെ അവസ്ഥ ചിലപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സഞ്ജു റീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സാധാരണ കളി കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സ് ഒക്കെ അവരുടെ IPL റീലുകളിൽ ഇരു ടീമിലെയും ആൾക്കാർ തമ്മിലുള്ള സംഭാഷണങ്ങളും മറ്റുമൊക്കെ വെച്ചിട്ടുള്ള റീലുകളൊക്കെ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് രണ്ട് ടീമിൻ്റെയും റീലുകൾ മൊത്തം നോക്കി. അതിലൊരു റീലും സഞ്ജു രാജസ്ഥാൻ കളിക്കാരുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ റീലുകളൊന്നും കണ്ടിട്ടില്ല കളി കഴിഞ്ഞതിന് ശേഷം. കളിക്ക് മുമ്പ് സഞ്ജുവിൻ്റെ റീലുകളും മറ്റൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. റീലിലൊക്കെ കാര്യമുണ്ട്, ഇല്ല നിങ്ങളിങ്ങനെ ചിരിക്കരുത്. അതിലൊരു ടീമിന്റെ, അദ്ദേഹം എത്രത്തോളം ആ ടീമിൽ പിന്നെ ഈ കഴിഞ്ഞ മത്സരത്തിലെ തോൽവി ഒരു പക്ഷെ അതും കാരണമായേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടീം എന്ന നിലയിൽ അവർ കഴിഞ്ഞ മത്സരത്തിൽ വല്ലാതെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അവരുടെ ബോളിംഗ് നിര എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, ബാറ്റിംഗ് നിരയാണ് ഏറ്റവും പ്രധാനമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അഭിഷേക് ശർമ്മയൊക്കെ നിങ്ങളാണ് വിമർശിച്ചത്. ഞാൻ അവരുടെ ബോളിംഗ് യൂണിറ്റിനെ കുറിച്ച്, അവരുടെ ബോളിംഗ് യൂണിറ്റാണ് ഈ IPL 5 മത്സരത്തിന് ശേഷം ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യുന്ന ഏക ടീം ഇപ്പോൾ അവരായി. പക്ഷെ കൊൽക്കത്തയുടെ ഈ 2 റൺഔട്ടുകളും അവരുടെ കൊൽക്കത്തയിൽ 8 പേര് ബാറ്റർമാരുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് കുറവാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഞാനത് CSK സംബന്ധിച്ചിടത്തോളം സഞ്ജു സമ്മർദ്ദത്തിലായിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ റീലിലേക്ക് ചുരുക്കരുത്. കഴിഞ്ഞ മത്സരം എതിരാളികൾ ആയിട്ട് വരുന്നത് പഞ്ചാബാണ്. പഞ്ചാബ് ആദ്യ മത്സരത്തിൽ വിജയിക്കുന്നു. മാത്രമല്ല ശ്രേയസ് മാച്ച് ഫിറ്റ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രേയസ് കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്കും പഞ്ചാബിന് വലിയ ഗുണം നൽകുന്നത് തന്നെയായിരിക്കും.
നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന നാളെ സഞ്ജുവിൻ്റെ ഒരു പോരാട്ടം എന്നുള്ള നിലക്കാണ്. സഞ്ജു കളിക്കും. കാരണം കഴിഞ്ഞ മത്സരമൊക്കെ നമ്മൾ ചെന്നൈയുടെ മത്സരം കാണുന്നതൊക്കെ ഈ സഞ്ജു എന്നുള്ള രീതിയിലാണല്ലോ പ്രത്യേകിച്ച് മലയാളികൾ കാണുന്നത്. കാരണം ഇപ്പോൾ ചെന്നൈയിലുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു ആരാധകരൊക്കെ അദ്ദേഹത്തെ വലിയൊരു രീതിയിൽ അദ്ദേഹത്തെ കാണുന്നു. അത് ലോകകപ്പിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡിനുള്ള പര്യടനത്തിൽ തിരുവനന്തപുരത്തേക്ക് ഒട്ടേറെ പേരാണ് ചെന്നൈയിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തുന്നത്. അതുപോലെ അഹമ്മദാബാദിലെ അവസാനം ലോകകപ്പിൻ്റെ ഫൈനൽ വരുമ്പോഴും അവിടെയും ഒക്കെ കാണുന്നത് സഞ്ജുവിനെ വലിയ ഒരു ഫാൻ തമിഴ്നാട്ടിൽ നിന്നുണ്ടാകുന്നു. അവരൊക്കെ കാണുന്നതും ഈ സഞ്ജു എങ്ങനെ വലിയ പോരാട്ടത്തിലേക്ക് വരട്ടെ എന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് അവരൊക്കെ കാണുന്നതും. ചെന്നൈയിൽ അദ്ദേഹത്തുന്നു, അത് അദ്ദേഹം ആ ടീമിന് കൊടുക്കുന്ന വലിയൊരു ഊർജ്ജം അത് തന്നെയാണ് അവരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് നമുക്ക് ഫസ്റ്റ് കളിയിൽ നമുക്ക് ചെന്നൈ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ എക്സ്പോസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ നിരക്ക് വരുമ്പോൾ ഇപ്പോൾ പഞ്ചാബിനോട് വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മാറ്റം കാണാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്തായാലും അങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും സഞ്ജു തിളങ്ങും, പക്ഷേ CSK ജയിക്കുമോ എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യ വിഷയമാണ്. ഞാൻ CSK ഒപ്പം തന്നെയാണ്. CSK ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? നാളെ ചെന്നൈ ജയിക്കും എന്നാണ് ഞാനൊരു CSK ഫാൻ എന്നുള്ള നിലക്ക് പറയേണ്ട ഒരു അവസ്ഥ. നിങ്ങളെന്ത് പറഞ്ഞു? CSK ജയിക്കണമെന്നാണ് ആഗ്രഹം സഞ്ജു ഉള്ളത് കൊണ്ട്. ആഗ്രഹം ടീമിന്റെ പേര് പറയും. വിജയിക്കുന്ന ടീം പഞ്ചാബ്. നാളെ സഞ്ജുവിൻ്റെ ഒരു പ്രവചനം പറയുകയാണെങ്കിൽ MSK എന്ത് പറയാം? സഞ്ജു തിളങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ CSK ഒരു ടീമായിട്ട് ഒത്തിണങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിലെ ഇതുപോലെയല്ല. പഞ്ചാബ് കുറച്ചുകൂടി സെറ്റ് ടീമാണ്. പഞ്ചാബ് കഴിഞ്ഞ മത്സരം ജയിച്ച ടീമാണ്. ശ്രേയസ് അയ്യർ മാത്രമല്ല, കഴിഞ്ഞ മത്സരം ജയിച്ചതുപോലും അവരുടെ ഇത്രയും വിക്കറ്റ് ഇടയ്ക്ക് ഒരു തകർച്ച പഞ്ചാബ് നേരിട്ടിരുന്നു. ആ തകർച്ചയെ അതിജീവിച്ചുകൊണ്ടും അവർ ജയിച്ചൊരു ടീമാണ്. അപ്പം ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ പഞ്ചാബിന് സാധ്യത കൂടുതലാണ്. എങ്കിൽ കൂടിയും സഞ്ജു വിൽ കം ബാക്ക്. തീർച്ചയായിട്ടും അദ്ദേഹം തിരിച്ചു വരട്ടെ, നല്ലൊരു പ്രകടനം തന്നെ നടത്തട്ടെ. പ്രത്യേകിച്ച് ചെപ്പോക്കിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ, പുതിയ കാണികൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഗംഭീരമായൊരു പ്രകടനം നടത്താൻ സാധിക്കട്ടെ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരാനിരിക്കുന്ന മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.